ഹലോ ഓൾ, ഞാൻ ലാമിയ സലീം. ഞാൻ ഡോപ്പ റെസിഡൻഷ്യൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നീറ്റ് 2022 എനിക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും കേരളത്തിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനു വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഡോപ്പയുടെ എല്ലാ മെമ്പേഴ്സിനും വലിയൊരു താങ്ക്സ്. അവിടുത്തെ ടീച്ചേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. ആൻഡ് അബവ് ഓൾ മൈ പാരൻസ്, അവരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ആൻഡ് മൈ ഡ്രൈവിംഗ് ഫോഴ്സ്. അവർക്കും വലിയ താങ്ക്സ്. ആൻഡ് ഓൾസോ താങ്ക്സ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ടു. സോ നമ്മുടെ അടുത്ത നമ്മളെ ബെസ്റ്റ് ഹാപ്പി മൊമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ലാമിയ, നമ്മുടെ ഗേൾസ് റെസിഡൻഷ്യലിലെ വൺ ഓഫ് അവർ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, നമ്മുടെ ടോപ്പ് സ്കോററാണ് ലാമിയ. നീറ്റ് എഴുതി കഴിഞ്ഞ് സ്കോർ നോക്കി നല്ല സ്കോർ, ഇപ്പോൾ റാങ്ക് വന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കാനുള്ള റാങ്ക് ലാമിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലാമിയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു, വേറെ എവിടെയും പോകണമെന്നില്ല, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു വരുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെയാണ് കണ്ടുവച്ചിരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള നല്ല റാങ്ക് കിട്ടി. അപ്പം ലാമിയക്കും ലാമിയൻ്റെ ഉമ്മക്കും കൺഗ്രാജുലേഷൻസ്. ഡെഫിനറ്റ്ലി ഒരാളുടെ മാത്രം എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ല ശരിക്ക്. ലാമിയൻ്റെ പാരൻസും ടീച്ചേഴ്സും ബാക്കിയുള്ളവരൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ലോങ് സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ. ലാമിയക്ക് ആരുണ്ടായിരുന്നു? നല്ല സപ്പോർട്ടിന് ആരുണ്ടായിരുന്നു? പാരൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ, എന്തൊക്കെ രൂപത്തിലുണ്ടായിരുന്നു സപ്പോർട്ട്? എല്ലാ രീതിയിലും. ഇപ്പൊ ഞാൻ ടെൻഷൻ ആയിട്ട് ഡൗൺ ആയി കഴിഞ്ഞാലൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയി നിന്നത് എന്റെ പാരൻസ് തന്നെയായിരുന്നു. അപ്പോൾ വൺ ഓഫ് അവർ മെന്റർ, ഈവൻ ദോ അവർ നമ്മൾ മെന്ററിന് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരു സൂപ്പർ മെന്റർ ഉമ്മായിരുന്നു അല്ലേ? എന്തൊക്കെ സിറ്റുവേഷൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എക്സാമില് മാർക്ക് കുറഞ്ഞാലൊക്കെ ഞാൻ ഒരുപാട് ടെൻഷൻ ആവണ ഉമ്മ പറയും, ഈ എക്സാമിലുള്ള ഫൈനല് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്, അത് പഠിക്കുക, നെക്സ്റ്റ് ടൈം അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, ഇംപ്രൂവ് ചെയ്യുക. ഉമ്മനെ എപ്പോഴും അങ്ങോട്ട് സമാധാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഞാൻ +1 +2 ഒപ്പം ചെയ്തപ്പോ എനിക്കായിരുന്നു ഭയങ്കര ടെൻഷൻ. പക്ഷെ പിന്നെ എനിക്ക് ആ ഒരു സംഭവം ഓറിയന്റേഷൻ കിട്ടിയപ്പോ പിന്നെ എനിക്ക് റിപ്പീറ്റിന്റെ ടൈമിൽ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ചില എക്സാംസിലൊക്കെ മാർക്ക് പറയുമ്പോൾ ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാൻ പറയും, ഉമ്മ അതൊന്നും കുഴപ്പമില്ല, അതിപ്പോ എക്സാം കുറച്ച് ടഫ് ആക്കിയോണ്ടാണ് ഇങ്ങനെ മാർക്ക് പറഞ്ഞത്. അപ്പൊ ആ ടൈമിലൊക്കെ ഞാനും അങ്ങനെ പറഞ്ഞു. അവസാനം മാർക്ക് വന്ന് ഒരു കീന്റെ കറക്ഷൻ വന്ന് ഒരു 10 മാർക്ക് പറഞ്ഞപ്പോ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? സ്റ്റിൽ നല്ല സ്കോർ തന്നെ, 650 മുകളിലുള്ള നല്ല സ്കോർ തന്നെ വാങ്ങിക്കാൻ പറ്റി. ഇഷ്ടപ്പെട്ട, ബേസിക്കലി നമുക്ക് നീ വേണ്ട ഇഷ്ടപ്പെട്ട ഒരു കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അതിന് സന്തോഷം ലഡു കൊടുക്കാം അല്ലേ? നിന്റെ ഫസ്റ്റ് സൂപ്പർ മെന്റർ എന്നെ ലഡു കൊടുത്തു. എന്ത് പറഞ്ഞു വീട്ടുകാരൊക്കെ? എന്ത് പറഞ്ഞു വീട്ടുകാര്, കുടുംബക്കാര്, നാട്ടുകാര് പറഞ്ഞോ? നാട്ടുകാരൊക്കെ അറിഞ്ഞോ? എന്ത് പറഞ്ഞു? ആരെങ്കിലും ഉണ്ടോ ഇതിന് മുന്നേ സെയിം ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഒരു നാട്ടില് നിങ്ങളെ ഏരിയയിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലേ? ഫാമിലി ആരെയും ഡോക്ടേഴ്സ് ഉണ്ടോ? ഫാമിലി ഡോക്ടേഴ്സും കസിൻസ് ഉണ്ട്. ആരാ? ഒരാള് മലബാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടറുണ്ട്, ജുമാന ജാഫർ. അവര് വഴിയാണ് ഞാൻ ശരിക്കും ഡോക്ടറിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ. അപ്പൊ ഇനിയും നിങ്ങള് ബാക്കിയുള്ള ഫാമിലിന്റെ റിലേറ്റീവ്സിനെ എന്താ പറയുക, ട്രീറ്റ് ചെയ്യാനോ അസുഖം വന്നാൽ വിളിക്കാനൊക്കെ ഒരു പുതിയ ആളായിട്ടുണ്ടാവും അല്ലേ? വെരി നെക്സ്റ്റ് ഇയർ തന്നെ നിങ്ങൾക്ക് കോൾ വരും. വെരി നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരു തേങ്ങ അറിയലുണ്ടാവില്ല. വേറെ കാര്യം, ആ സമയത്ത് മുതൽ എന്റെ കോള് വരും സപ്പോർട്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ ഈ സമയത്ത് കിട്ടുന്നത്, ഞാൻ ഫസ്റ്റ് ഇയർ ജസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നമ്മൾ അനാട്ടമി ഫിസിയോളജി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബ്രെയിൻ സ്റ്റെം റിഫ്ലക്സ് ഒക്കെ. അപ്പൊ നാട്ടില് ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ച് കൊണ്ടുപോയിട്ട് മരിച്ചോ ഇല്ലയോ നോക്കി. അപ്പോൾ ഏറ്റവും പേടി ഉണ്ടായത് എൻ്റെ ഉമ്മക്കാണ്. ഇതെങ്ങാനും മരിച്ചിട്ടില്ലെങ്കിലോ ശരിയായിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പോകുമ്പോൾ മരിച്ചോ ഇല്ലേ നമുക്ക് പെട്ടെന്ന് പറ്റുമല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ പറ്റുമല്ലോ. സെസ്കോപ്പും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, വലിയ ഇഷ്യൂസ് ഇല്ല എന്നൊക്കെ വിചാരിച്ചു. അവിടെ പോകുന്ന വഴിയിലെ കാറ് പറഞ്ഞത്, ഈ ഒരു പേഷ്യൻ്റ് കുറേ കാലമായിട്ട് കിടപ്പിലാണ്, റിഫ്ലക്സ് ഒക്കെ അധികം പോയിട്ട് കിടക്കുന്ന ആളാണ്, 1-2 തവണ ഇതേമാതിരി മരിച്ചോ നോക്കി കൊണ്ടുപോയിട്ട് മരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ നിന്റെ പകുതി കാറ്റ് പോയി. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് സാധനമാണ്, സിമ്പിൾ അല്ല എന്ന് മനസ്സിലായി. പിന്നെ അവിടെ പോയി നോക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഇല്ല എന്നൊക്കെ ഉറപ്പിച്ച്. പക്ഷേ എനിക്ക് അന്ന് ഫിസിയോളജി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇല്ല എന്ന് കോൺഫിഡൻ്റിൽ പറയാൻ പറ്റുമായിരുന്നു.
പക്ഷെ എൻ്റെ ഉമ്മക്ക് സമാധാനം ഇത് പിറ്റേന്ന് കബറടക്കം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. കാരണം അതിന്റെ ശേഷമാണ് ഇത്. കാരണം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ തീരുമാനം മാറൂലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പഠിച്ച് റെഡിയാക്കി വെക്കുക, നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതാണ്. സോ നമുക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോയി നോക്കാം അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു.